എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ചു, 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവ അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടി എടുക്കും പോണത്. രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും. സിനിമ ആണോ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു പ്രീ തള്ളിന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഇതിലെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എൻ്റെ സിനിമാറ്റോഗ്രാഫറായ വിജയം സമർപ്പിക്കുന്നത്. എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് പോലീസ് വീട്ടിൽ ഒരു മയത്തിലൊക്കെ തള്ളാവുന്ന എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സ് ഒരു മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നമന്നം പിടിക്കുന്നത് കാണാൻ എന്ത് രസാന്നറിയോ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ചു, 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല. എത്ര സീനിയേഴ്സ് ആണ്, പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും, ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവ അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടി എടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്നിങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിങ്ങളെല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്കധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ. അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നീ സംസാരിച്ചു കളയല്ലേ? അവർ സംസാരിച്ചോളൂ. പക്ഷെ അവര് നമ്മളെ പരിചയമുള്ളൂ. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു. മൈക്ക് ഭയങ്കരധികം പ്രൊമോട്ട് ചെയ്തപ്പോ ഈ റൈഫിൾ ക്ലബ്ബും കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന ക്രിസ്മസ് തൂക്കാമെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പ്ലാൻ്റെ അല്ല, അത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാമെന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ എന്തായാലും എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ, കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേർ വന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നോർത്തിട്ടുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല, നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായ്, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ളൊരു എൻട്രി, ഒരു ആദ്യ അനുഭവം എന്ന് പറയാം. കാരണം ഞാൻ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും അത് തന്നെ ആക്ട് കുറേ ആൾക്കാരുണ്ട്. നടേഷ് ഹെഗ്ഡെ, Suraj, what's your experience after watching?
എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷേ എൻ്റെ ചുറ്റുപാട് ഇത്രയും ടാലൻറ്റഡും ഇത്രയും വോമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. ബിക്കോസ് പറഞ്ഞ മാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ റൈറ്റ്. പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. So it was a beautiful. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം കൂടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാൻ ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പം ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോകില്ല. അപ്പം ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെ അത് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോൾബി ചേച്ചി പ്ലീസ് കം ആൻഡ് കൗണ്ട്. ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ച് മോനെ സുരേച്ചി അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പോൾ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇവര് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് it was really fun. It was a beautiful time and yeah. ഇപ്പം കൃഷ്ണനാടം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒ ടി ടിയിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം. അപ്പോൾ അതിനുശേഷം റൈറ്റ് ക്ലബ്ബ് ഈ സിനിമ കാണുമ്പോൾ ഒരു ഗോഡ് ഫാദർ കാണുന്ന പോലെ ഈ ഒരു ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു കാരണവരുടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ. പോയാൽ പൂട്ടുമില്ലെന്ന് പറയുന്നത് തോക്കിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ വന്നൊരു കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നി? ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിൻ്റെ എൻ്റെ വലിയ മിടുക്കൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ആഷിക് കപൂറിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇരിപ്പല്ലേ, ഒരു കസേര എന്നോട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷിക് കപൂറാണ്. സത്യത്തിൽ അത് കുട്ടേട്ടൻ്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളിക്കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ഒരു ദിവസം. അപ്പം ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക, ഇതൊക്കെ എന്നെ എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഒരു ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇരിക്കും. അപ്പൊ 2:30 മണിക്കാണ്. അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. അപ്പൊ ഈ സുരഭിയൊക്കെ കൂടെ പോയി ആഷിക്കോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റിങ്, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്കും വിചാരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കുട്ടിയുടെ നല്ല പേര് കിട്ടി എനിക്ക്. ഞാൻ ഇവിടെ 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2 മണിയാവുമ്പോഴേ റെഡി ആവുള്ളൂ. കാരണം 2:30-ക്കല്ലേ വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോണ പറയില്ല. അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ല. ഇപ്പം ഞാനിപ്പോൾ ഇവരെന്ത് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവളെ കാരണവർ 42 വർഷമായിട്ട് സിനിമയിൽ. പക്ഷേ അഹങ്കാരമല്ല, അഹങ്കാരല്ല, അവസ്ഥയാ. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് നാക്കാത്ത കൈകളൊക്കെ ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും. മലയാള ഉറപ്പാണ്.
ഇത് പാസ്സായ ഇങ്ങനെ ഇനി എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ സുരഭി. അത് വേറെ അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളൂല. അപ്പൊ കുട്ടേടാ നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പോലെ വിനയം. അപ്പൊ എനിക്ക് എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക അബുവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എന്തൊരു വലിയ കാമുകനാണ്. ഇപ്പം കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രണയം എൻ്റെ കാമുകയെ കാണിക്കുന്ന പോലില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ടത് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ. തൽക്കാലം ഒരു ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഇപ്പം കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞ് അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസങ്ങളിൽ ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ കാണും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു തള്ളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 42 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പോൾ റിവ്യൂ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ബോറാണ്, ഞാൻ ബോറായിട്ട് അഭിനയിച്ചാൽ റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകർ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാ തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളുടെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കുകയില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളാണ് ഞാൻ. അപ്പം എന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയണം, ആരെയും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരെയും മോശക്കാരനായിട്ട് പറയുന്നത് എന്ത് കാര്യം? പിന്നെ വ്യൂവേഴ്സ് വരെ ഉണ്ടാകുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിങ്ങളെല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്കധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ.
അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് നട്ടേഷ് സസ്പെൻഷനിലാണ് കളയുന്നത്. ഇന്ന് അവര് പടം കണ്ടു. അവർക്ക് വേണ്ടി നീ സംസാരിച്ച കളയല്ലേ അല്ല, അവര് സംസാരിച്ചോളൂ. പക്ഷെ അവരെ നമ്മൾ പരിചയമാണ്. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു. മൈക്ക് So thank you for having me. Shyam said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോൾ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര എന്താ പറയുന്നത്, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്ക ഒന്നും പറയില്ല, പറഞ്ഞോ. ഇല്ല അല്ല, എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കോ? ഫൈറ്റ് സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷെ ഒരു നോർമൽ ഇങ്ങനൊരു ക്ലബിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്നല്ല തോക്ക് വെച്ചിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. എന്റെ ജോലിയാണ് ഇതുണ്ടല്ലോ, അതായത് രാജേട്ടന് തോക്ക് വെച്ചിട്ട് അങ്ങനത്തെ സീൻസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ ഒരു തീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തായിരുന്നു അത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാളും കുറച്ചും കൂടെ റൈറ്റർ, ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട നീ പേടിയാ എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ മതി, ബാക്കി 50% ഞാനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പം അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോൾ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. തോക്ക് വെച്ചിട്ട് ഒരാണായിട്ട് കരുതിക്കോടാന്ന് പറഞ്ഞ ഒരു സീനുണ്ട്. അതിപ്പം എനിക്ക് മലയാള സിനിമയിൽ ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു മലയാള ചിത്രം കൂടി ആയിരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു മാസ് ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത്? ശരിക്കും എൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയും ഒരു കുറച്ച് ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ്, എന്താ പറയുക, പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ്. പിന്നെ ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ, നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ. യെസ്. ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറേ കോളുകളിൽ അധികം ആൾക്കാരും പറഞ്ഞ സംഭവമാണ് ഇതിൻ്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ശ്യാം പുഷ്കരൻ എന്താ പറയുക, നമ്മൾ കാച്ചി കുറുക്കിയെടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത്. അല്ല, ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടന്റ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. നെക്സ്റ്റ് ദർശന, ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും. ഒന്നുമില്ല, എനിക്ക് ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ്. നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ എല്ലാവരും ഇതേ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഷോട്ട് എടുക്കും, ബാക്കി നേരം നമുക്ക് പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ ഇതിപ്പോൾ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദെയർ സ്പേസ് ആൻഡ് എല്ലാവരെയും ഇപ്പോൾ ലൈക്ക് യു സെഡ്, ഇപ്പോൾ വിമൻ ഓൾ ഓഫ് us കമ്മിങ് ടുഗദർ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി. സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ദ സെയിം. താങ്ക് യു. ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാണ്, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ആ സിനിമയുടെ കഥ. പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ.
പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റാണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറിയോ മച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ ഊക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അതിന് റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറാമാൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറാമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിഖ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ, ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കായിരുന്നെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, അപ്പം ഈ ബിഗ് ഡോഗ്സ് ഇറങ്ങുന്നതിന് മുന്നെയാണ് റൈഫിൾ ക്ലബ്ബിൽ വിന്നാവുന്നത്. സോ ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ അതേപോലെ ബിഗ് ഡോഗ്സിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആശിക്കേട്ടനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സീ എങ്ങനെയുണ്ട് ആൻഡ് ഹൗ മച്ച് ഐ ആക്ച്വലി എൻജോയ്ഡ് ഇറ്റ്, റൈറ്റ്? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഒന്ന് കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്, ബിക്കോസ് രണ്ടും ആർട്ടാണല്ലോ. ബോത്ത് ആർ it's an experience personally and for the visual the audience. അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ലവ് ആവും. പക്ഷെ അത് ലെറ്റ്സ് സീ whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ ഇതിലേക്ക് വന്നത്, പാട്ടാണെങ്കിലും എന്താണെങ്കിലും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് I do what I can get to do and I enjoy doing it and I'm going to try my best. So role കിട്ടുകയാണെങ്കിൽ, or if I see something that I enjoy, or even if I want to try something out, I'll try. But whatever it is, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. Let's see. All the best for your future. Thank you, brother. Actually പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. No, jokes aside, actually ധൈര്യം തന്നത് എല്ലാവരും, സുരഭിച്ചേറ്റി നന്നായിട്ട് എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക്, ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് എവ്രിവൺസ് ലൈക്ക് ഫാമിലി, എവ്രിവൺസ് ജോക്കിംഗ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഹൗ വുഡ് ഇറ്റ് ഗോ, ഹൗ വുഡ് ദേ ബി. ബട്ട് ഇൻസ്റ്റന്റ്ലി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും, എവ്രിവൺ ഇസ് സോ നൈസ് and so warm, and it was really good. Yeah. So ഇതിപ്പോൾ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിൻ്റെ കൂടെ ശ്യാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും
തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാം തീർക്കണം. താങ്ക് യു സോ മച്ച്. സെന്ന ഹെഗ്ഡെ, തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ. ആദ്യമായിട്ട് in my life ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ടും ഇനി ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ട.